4 വയസ്സുകാരി പെൺകുട്ടിയുടെ പീഡിപ്പിച്ചുള്ള മരണത്തിൽ അച്ഛനും അമ്മയ്ക്കും സംശയിക്കേണ്ടിയിരിക്കുന്നു. അമ്മ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു എന്നുള്ളതിനപ്പുറം അച്ഛൻ്റെ അനിയൻ അതിക്രൂരമായിട്ട് 1.5 വർഷമായിട്ട് കുഞ്ഞിനെ പീഡിപ്പിക്കുകയായിരുന്നു എന്നുള്ള ദാരുണകരമായ വസ്തുതയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വളരെ വേദനയോടുകൂടി നമ്മൾ കേട്ടത്. ഈ 4 വയസ്സുകാരി പെൺകുട്ടിക്ക് അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും ലഭിക്കാതെ പോയ സ്നേഹം അച്ഛൻ്റെ അനിയനിൽ നിന്നും ലഭിച്ചത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പീഡനത്തിന് വഴിതെളിച്ചത്. കുഞ്ഞ് ശാരീരികമായിട്ട് പീഡിപ്പിക്കപ്പെടുകയായിരുന്നു എന്നുപോലും തിരിച്ചറിവില്ലാത്ത കുഞ്ഞു പ്രായം. കുഞ്ഞിന് വെറും 4 വയസ്സിനോട് മാത്രം പ്രായം. അംഗൻവാടിയിൽ പോകുന്ന ഒരു കുഞ്ഞിന് എങ്ങനെ അറിയാൻ കഴിയും അതിൻ്റെ ശരീരത്തിൽ എന്താണ് നടക്കുന്നതെന്ന്? ആ കുഞ്ഞിനെ അത് പറഞ്ഞ് മനസ്സിലാക്കാനുള്ള പ്രായം പോലും അതിനെത്തിയിരുന്നില്ല. അച്ഛൻ മദ്യപാനി ഉറങ്ങുന്ന അച്ഛനും അമ്മ മാനസികമായിട്ട് വളരെയധികം സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു എന്ന് പറയണം. കാരണം ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ആരുടെയും സ്നേഹം ഈ സ്ത്രീക്ക് കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ മാനസികമായിട്ട് വളരെയധികം പീഡിപ്പിച്ച സ്ത്രീയായിരുന്നു ഇത്. അതുകൊണ്ട് തൻ്റെ കുഞ്ഞുങ്ങളെ ശരിയായ വിധത്തിൽ നിന്ന് സംരക്ഷിക്കാനുള്ള മനസ്സ് പോലും ആ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അച്ഛൻ്റെ അനിയനുമായിട്ട് ഈ 4 വയസ്സുകാരി പെൺകുട്ടി വളരെയധികം സ്നേഹത്തോടുകൂടി അടുത്ത് ഇടപഴകുകയും കുളിപ്പിക്കുകയും കുഞ്ഞിനോടൊപ്പം കിടന്നുറങ്ങുകയും ചെയ്തിരുന്ന ഈ അച്ഛൻ്റെ അനിയൻ അതിക്രൂരമായിട്ട് വസ്തുത പോലും പുറത്തു വന്നത് അമ്മ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ് കൊന്നതിന് ശേഷമുള്ള പോസ്റ്റ്മോർട്ടത്തിലാണ്. ഇത്തരത്തിലുള്ള പലവിധമായിട്ടുള്ള പീഡനങ്ങൾ ഇന്നും ഈ കേരളത്തിൽ നടക്കുന്നുണ്ട്. അച്ഛനമ്മമാരുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് തന്നെയാണിത്. അച്ഛൻ്റെ അമ്മയും ഒക്കെ ആയിരുന്നു. അച്ഛൻ്റെ അനിയന്മാർ വേറെയുമുണ്ട്. എന്നിട്ടും ഇത്തരത്തിലുള്ളൊരു പീഡനം നടന്നത് എങ്ങനെയായിരിക്കാം? കുഞ്ഞിന് മറ്റേതെങ്കിലും തരത്തിലുള്ള മിഠായിയിൽ ഉറങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള മറ്റെന്തെങ്കിലും നൽകിയിട്ടായിരിക്കുമോ ഈ കുഞ്ഞിനെ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ചതെന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. കുഞ്ഞിനെ സംരക്ഷിക്കേണ്ടതായിട്ടുള്ള അച്ഛൻ്റെ അനിയൻ. പക്ഷേ അച്ഛനും ലവലേശം സങ്കടമില്ല. അമ്മയ്ക്ക് മനസാക്ഷി ഇല്ലാത്തത് കൊണ്ടാണല്ലോ അമ്മ കുഞ്ഞിനെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു കൊന്നത്. അതോ ഇനി ഇത്തരത്തിലുള്ള പീഡനങ്ങൾ അമ്മ കാണുകയും അമ്മയ്ക്ക് അതിനോട് എതിർത്ത് നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതോ ഇനി കുഞ്ഞിനെ ഒഴിവാക്കാനായിട്ട് അച്ഛൻ്റെ അനിയനും സ്വന്തം അമ്മയും കൂടി ശ്രമിച്ചതാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. സംരക്ഷണങ്ങളൊന്നും ഒരു ഭവനത്തിലും കുഞ്ഞുങ്ങൾക്കില്ല. പക്ഷേ ഇത്തരത്തിൽ വളരെ ദാരുണകരമായ ഒരു തൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്നത് ആരായിരുന്നാലും അത് തൻ്റെ അമ്മയോട് സ്വാതന്ത്ര്യം അമ്മമാരുണ്ടാക്കിയെടുക്കണം. തന്നെയുമല്ല, അമ്മമാർ ഇത്തരത്തിലുള്ള ഇരയായിരുന്നോ? ഈ കുഞ്ഞിൻ്റെ അമ്മയും ഈ അച്ഛൻ്റെ അനിയനിൽ നിന്നും നേരിട്ടത് ഇത്തരത്തിലുള്ള പീഡനങ്ങളായിരുന്നോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അച്ഛൻ മദ്യപിച്ച് വന്ന് കിടന്നുറങ്ങും. യാതൊരു വിധത്തിൽ സ്നേഹമില്ലാത്തൊരു കുടുംബം. ഇതിനിടയിൽ സ്ത്രീകൾ മാനസിക ബുദ്ധിമുട്ടുകൾ, തൻ്റെ കുഞ്ഞുങ്ങളെ പോലും സംരക്ഷിക്കാനാവാത്ത ഒരു വിധത്തിലുള്ള മാനസിക സംഘർഷത്തിലേക്ക് ഈ സ്ത്രീ കടന്നു പോയിരുന്നു. പക്ഷേ പോലും അച്ഛൻ്റെ അനിയനെ സംരക്ഷിക്കാനുള്ള ശ്രമത്തിലാണ്.